Hello everyone, welcome to the new video of Data Analytics. Data Analytics is unlocking the potential of data. Today I am here to present a topic is related with what is exogenous and endogenous variables in research. Introducing myself, I am Dr. Gishma Das MH, Assistant Professor and Head, Department of Commerce, ITSR, University of Calicut. Moving to the class. First of all, understanding the distinction between exogenous and endogenous variables is crucial for researchers when constructing models, analyzing data, and making predictions. It helps in identifying which variables are influenced by the model itself and which are external factors that need to be considered as constant or inputs. ഒരു മോഡൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റിസർച്ചർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് എക്സോജീനിയസ് വാരിയബിൾ എന്നും എൻഡോജീനിയസ് വാരിയബിൾ എന്നും. ഇതെന്തിനാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ മോഡലിൽ ഏതൊക്കെ വാരിയബിൾസ് ആണ് എക്സ്റ്റേണൽ ഫാക്ടറായി നിൽക്കുന്നതെന്നും ഏതൊക്കെയാണ് കോൺസ്റ്റന്റ് ആയിട്ടും ഇൻപുട്ട് വാരിയബിളുകളായും നിൽക്കുന്നതെന്നും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. Again, first of all, we have to check what is the meaning of exogenous variables in research. They are considered independent variables or factors that impact the endogenous variables but are not directly influenced by them. ഇതിനെ നമ്മൾക്ക് ഇൻഡിപെൻഡന്റ് വാരിയബിൾസ് ആയി കൺസിഡർ ചെയ്യാവുന്നതാണ്. ദാറ്റ് മീൻസ് എക്സോജീനിയസ് വാരിയബിളിനെ ഇൻഡിപെൻഡന്റ് വാരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതുമാണ്. ഇത് എൻഡോജീനിയസ് വാരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് വാരിയബിൾസുകളാണ്. പക്ഷെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നില്ല. രണ്ടാമത്തെ ഒരു പോയിന്റ്, എക്സോജീനിയസ് വാരിയബിൾസ് ആർ എക്സ്റ്റേണൽ ടു ദ മോഡൽ. മോഡലിന് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന മോഡലിന് എക്സ്റ്റേണൽ ആയി നിൽക്കുന്ന വാരിയബിൾസ് ആണ് എക്സോജീനിയസ് വാരിയബിൾസ്. ദേ ആർ ട്രീറ്റഡ് ആസ് ഗിവൺ ഓർ കോൺസ്റ്റന്റ്. അതിനെ കോൺസ്റ്റന്റ് വാരിയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. Are not influenced by the relationship specified in the model. അതായത് ഡിപ്പെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഒരു സ്പെസിഫൈ ചെയ്യുന്ന ഇൻഫ്ലുവൻസിലേക്ക് ആര് കൊണ്ടുവരുന്നില്ല? എക്സോജീനിയസ് വാരിയബിൾസ് കൊണ്ടുവരുന്നില്ല. In many cases, exogenous variables are assumed to be remain constant to isolate the effect of endogenous variable. Endogenous variableന്റെ ഇഫക്റ്റിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡലിൽ എക്സോജീനിയസ് വാരിയബിളിനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് എപ്പോഴും വെക്കാറുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഈസ് എക്സാമ്പിൾ? ഇൻ ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ് മോഡൽ, ഫാക്ടേഴ്സ് ലൈക്ക് ഗവൺമെന്റ് പോളിസീസ്, വെതർ കണ്ടീഷൻസ് ഓർ ഗ്ലോബൽ ഇക്കണോമിക് ട്രെൻഡ്സ് മൈറ്റ് ബി കൺസിഡേർഡ് എക്സോജീനിയസ് വാരിയബിൾ ആസ് ദേ ആർ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഓൺ ദ മാർക്കറ്റ്. നമുക്കറിയാം ഡിമാൻഡ് ആൻഡ് സപ്ലൈ മോഡലിൽ സപ്ലൈനെ ഇൻഡിപെൻഡന്റ് വാരിയബിൾ ആയിട്ടും ഡിമാൻഡിനെ ഡിപ്പെൻഡന്റ് വാരിയബിൾ ആയിട്ടാണ് പരിഗണിക്കാറ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡലിനെ അഫക്റ്റ് ചെയ്യുന്ന സം അതർ വാരിയബിൾസ് ഉണ്ട്. സം അതർ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഗവൺമെന്റ് പോളിസീസ്, വെതർ കണ്ടീഷൻസ്, ഗ്ലോബൽ ഇക്കണോമിക് ട്രെൻഡ്സ് ഒക്കെ. ഇതിനെ നമ്മൾക്ക് എന്തായി പരിഗണിക്കാം? എക്സോജീനിയസ് വാരിയബിളുകളായി പരിഗണിക്കാവുന്നതാണ്. ഇത് മോഡലിന്റെ പുറത്തു നിൽക്കുന്ന എക്സ്റ്റേണൽ വാരിയബിൾസ് ആണ്. ഇതൊരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉള്ള വാരിയബിൾസ് ആണ്. ഇതിനെ നമുക്ക് എൻഡോജീനിയസ് വാരിയബിളിന്റെ ഇഫക്റ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാവുന്ന വാരിയബിൾസുകളാണ് ഈ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഉള്ളത്. നെക്സ്റ്റ്, ഇൻഫ്ലുവൻസ് ഓൺ വാരിയബിൾ. എക്സോജീനിയസ് വാരിയബിൾസ് ഇമ്പാക്ട് ദ ഡിപ്പെൻഡന്റ് വാരിയബിൾ ഇൻഡയറക്ട്ലി. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡ് സപ്ലൈന്റെ കേസിൽ ഡിമാൻഡ് ആണ് ഡിപ്പെൻഡന്റ് വാരിയബിൾ. ഡിപ്പെൻഡന്റ് വാരിയബിളിനെ ഇമ്പാക്ട് ചെയ്യുന്നത് ഇൻഡയറക്ട്ലി ആണ്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ല അവിടെ മെഷർ ചെയ്യുന്നത്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് സപ്ലൈനായിട്ടാണ് നോക്കുന്നത്. ഇൻഡയറക്ട്ലി അതിന്റെ ഇമ്പാക്ട് മെഷർ ചെയ്യുന്നു. ചേഞ്ചസ് ഇൻ എക്സോജീനിയസ് വാരിയബിൾസ് ക്യാൻ അഫക്ട് ദ സിസ്റ്റം ബീയിങ് മോഡൽഡ് ബട്ട് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എൻഡോജീനിയസ് വാരിയബിൾസ് ഇൻ ദ മോഡൽ. അതായത് എക്സോജീനിയസ് വാരിയബിളിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഒരു മോഡലിനെ കംപ്ലീറ്റ്ലി ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാമായിരിക്കാം. പക്ഷെ ഇത് നേരിട്ട് എന്തിനെ അഫക്റ്റ് ചെയ്യണമെന്നില്ല? ഇൻഡോജീനിയസ് വാരിയബിളിനെ അഫക്റ്റ് ചെയ്യണം എന്നില്ല. നെക്സ്റ്റ്, വാട്ട് ആർ ദ മെഷർമെന്റ് മെത്തേഡ്സ്?
ക്വാണ്ടിറ്റേറ്റീവ് എക്സോജീനിയസ് വാരിയബിളിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റ കളക്ഷൻ മെത്തേഡുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ദാറ്റ് മീൻസ് മെഷർമെന്റ് മെത്തേഡ്സ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് എക്സോജീനിയസ് വാരിയബിൾസ് ആർ similar to those for endogenous variable through numerical data collection method. Again, qualitative exogenous variables can be measured by assigning categories or labels based on the characteristics of that variable, much like with qualitative endogenous variables. Next, what are the alternative terms for exogenous variables? First of all, it can be called as independent variables. Exogenous variables are often equivalent to independent variables in a statistical model. They are variables that are not influenced by other variables in the model. Next, it can be called as predictor variable. Exogenous variables are sometimes called predictors because they are used to predict or explain variation in other variable. അതായത് മറ്റൊരു വേരിയബിളിന് ഉള്ള വേരിയേഷൻസ് എന്തൊക്കെ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് എന്താ ഉപയോഗിക്കാം? എക്സോജീനിയസ് വേരിയബിളിനെ ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഇൻപുട്ട് വേരിയബിൾ. ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ഇൻപുട്ട് വേരിയബിൾ ഇൻ സം എക്സ്റ്റെന്റ് ബിക്കോസ് these are input variables. They represent the external input of the system. അല്ലെങ്കിൽ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ മോഡലിന്റെ എക്സ്റ്റേണൽ ഇൻപുട്ടുകളായിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് എക്സോജീനിയസ് വേരിയബിൾസിനെ. നെക്സ്റ്റ്, it can be called as driving variables. The term emphasizes the idea that exogenous variable can drive changes in the system. അതായത് ആ മോഡലിൽ എന്തെങ്കിലും ചേഞ്ചുകൾ കൊണ്ടുവരാൻ എന്തുകൊണ്ട് സാധിക്കുന്നു? എക്സോജീനിയസ് വാരിയബിളിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് സാധിക്കുന്നു. പക്ഷെ അത് എന്താവണമെന്നില്ല, ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആവണമെന്നില്ല. ഇറ്റ്സ് മേ ബി ആൻ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഡ്രൈവിംഗ് വാരിയബിൾ എന്ന് പറയുന്നു. നെക്സ്റ്റ്, we can move to the session of endogenous variables in research. What is the meaning? Is related with they are dependent variables or those that influenced by other variables in the system. അതായത് ഇത് ഡിപ്പെൻഡന്റ് വാരിയബിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വാരിയബിൾസിനെയാണ് എൻഡോജീനിയസ് വാരിയബിൾസ് എന്ന് പറയുന്നത്. ഇതിനെ മറ്റ് വാരിയബിൾ ആ മോഡലിലുള്ള അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള മറ്റ് വാരിയബിളെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വാരിയബിൾസ് ആണ് endogenous variables. Endogenous variables are the variables within a model that are explained or determined by the relationship specified in the model. ഇത് മോഡലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു വാരിയബിൾ ആണ്. ഇറ്റ് ഈസ് നോട്ട് എക്സ്റ്റേണൽ, ഇറ്റ് ഈസ് ഇന്റേണൽ വാരിയബിൾ. ഇത് മോഡലിന്റെ ഉള്ളിൽ തന്നെയുള്ള വാരിയബിൾ ആണ്. ഈ ഒരു വാരിയബിളിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും ഡിറ്റർമിൻ ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട് ബൈ ദ റിലേഷൻഷിപ്പ് സ്പെസിഫൈഡ് ഇൻ ദ മോഡൽ. ആ മോഡലിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഡിപ്പെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും എൻഡോജീനിയസ് വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വാരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു വിത്തിൻ ദ മോഡൽ. Next, it represents the outcome or responses that are the model is designed to explain. അതായത് ഈ മോഡലിന്റെ ഔട്ട്കം എന്താണ് വേണ്ടത് അല്ലെങ്കിൽ റെസ്പോൺസ് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യാനും കൂടി നമ്മൾ എൻഡോജീനിയസ് വാരിയബിൾസിനെ ഉപയോഗിക്കുന്നു. The values of endogenous variables are influenced by the relationship specified in the model. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു മോഡലിൽ ഉണ്ടാവുന്ന റിലേഷൻഷിപ്പിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഡോജീനിയസ് വാരിയബിൾസിന്റെ വാല്യൂസ് സ്പെസിഫൈ ചെയ്യാറ് അല്ലെങ്കിൽ വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യാറ്. ചേഞ്ചസ് ഇൻ അതർ വാരിയബിൾസ് വിത്തിൻ ദ മോഡൽ ക്യാൻ അഫക്ട് ദ വാല്യൂ. അതായത് ഒരു മോഡലിന്റെ ഉള്ളിലുള്ള മറ്റ് വാരിയബിളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എൻഡോജീനിയസ് വാരിയബിളിൽ ഉണ്ടാവുന്ന മാറ്റത്തെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നൊരർത്ഥം കൂടി വരുന്നു. നെക്സ്റ്റ്, മൂവിങ് ടു ദ എക്സാമ്പിൾ. ഇൻ എ സപ്ലൈ ആൻഡ് ഡിമാൻഡ് മോഡൽ ഫോർ എ പ്രോഡക്റ്റ്, ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് is an endogenous variable depend on the factors like price, income, consumer preference, all of which are considered as within the model. അതായത് നമ്മൾ സപ്ലൈ ഡിമാൻഡ് എന്ന് പറയുന്ന ആ ഒരു മോഡലിൽ തന്നെ ഡിമാൻഡിനെയാണ് നമ്മൾ എൻഡോജീനിയസ് വാരിയബിൾ ആയിട്ട് പരിഗണിക്കുന്നത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സപ്ലൈ ഒഴികെ ബാക്കി ഒരുപാട് ഫാക്ടേഴ്സുകൾ ഉണ്ട്. പ്രൈസ് ഉണ്ടായിരിക്കാം, ഇൻകം ആൻഡ് കൺസ്യൂമർ പ്രിഫറൻസ്. ഇതൊക്കെ നമ്മൾ ഈ മോഡലിന്റെ ഉള്ളിൽ തന്നെ ഉള്ള വാരിയബിൾസുകളാണ്, വിത്തിൻ ദ മോഡലാണ്, ദാറ്റ് ഈസ് ഇന്റേണൽ വാരിയബിൾസ്. Next, influence on variable. The values of endogenous variables are determined by the relationship specified in the model.
changes in other variables including exogenous variables can influence the value of. അതായത് എക്സോജീനിയസ് വാരിയബിളിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ എന്തായിരുന്നു, എക്സോജീനിയസ് വാരിയബിൾ ആയിരുന്നു. ആ മാർക്കറ്റ് കണ്ടീഷനിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും രീതിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഇവിടെ പ്രൈസിനെയോ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രിഫറൻസിനെയോ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു എൻഡോജീനിയസ് വാരിയബിൾ ആയിട്ട് പരിഗണിക്കുന്നു. അപ്പോൾ എക്സോജീനിയസ് വാരിയബിളിൽ ഉണ്ടാവുന്ന ചേഞ്ചുകൾ എൻഡോജീനിയസ് വാരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. In a nutshell, the relationship between dependent and independent variables is measured by both endogenous and exogenous variable. അതായത് ഒരു മോഡലിൽ ഉണ്ടാവുന്ന ഡിപ്പെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സഹായിക്കുന്നത് എന്തുകൂടെ വെച്ചിട്ടാണ്, എൻഡോജീനിയസ് വാരിയബിളും എക്സോജീനിയസ് വാരിയബിളിന്റെ എഫക്റ്റ് കൂടി പഠിക്കുമ്പോഴാണ്. Next, what are the measurement methods? That is, for quantitative variables of endogenous category, we can use the numerical method, that collecting numerical data through survey, experiments or observations. For qualitative exogenous variable, measurement may involve assigning categories or labels based on the characteristics. This can be done through coding or categorization of data. Next, what are the alternative terms for endogenous variable? First, it can be called as dependent variables. Endogenous variables are often synonymously we can use as dependent variable. They are the variables that are influenced by other variable. അതായത് ഈ ഒരു വാരിയബിൾ മറ്റ് വാരിയബിൾ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന വാരിയബിളിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ഡിപ്പെൻഡന്റ് വാരിയബിൾസ് എന്ന് പറയാൻ സാധിക്കുക. Next, response variables. Endogenous variables may be called as response variables because they respond to the changes of other variable. അതായത് മറ്റൊരു വാരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ ഇത് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇതിനെ റെസ്പോൺസ് വാരിയബിൾ എന്നും കൂടി പറയാം. Next, outcome variables. Similar to the response variable, endogenous variables are sometimes referred to as an outcome variable as they represent the outcome of the system. ആ ഒരു മോഡലിന്റെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഔട്ട്കമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഔട്ട്കം വാരിയബിൾ എന്നും കൂടി പറയാം. Next, explained variables. The term highlights the idea that endogenous variables are one being explained by the relationship within the model. ആ മോഡലിന്റെ ഉള്ളിലുള്ള റിലേഷൻഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി എൻഡോജീനിയസ് വാരിയബിളിനെ ഉപയോഗിക്കുന്നതു എന്നുകൊണ്ട് തന്നെ ഇതിനെ ഒരു എക്സ്പ്ലെയിൻഡ് വാരിയബിൾ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. Okay, then moving to the combined role of endogenous and exogenous variables in research. The interplay between endogenous and exogenous variables allows the researcher to make causal inferences about how changes in independent variables lead to the changes in dependent variable. അതായത് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ദാറ്റ് മീൻസ് എൻഡോജീനിയസ് ആൻഡ് എക്സോജീനിയസ് വാരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് റിസർച്ചർക്ക് ഒരു കോസൽ ഇൻഫറൻസ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു, ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. അതായത് ഇൻഡിപെൻഡന്റ് വാരിയബിളിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഡിപ്പെൻഡന്റ് വാരിയബിളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു കമ്പൈൻഡ് ഇഫക്റ്റ് ഓഫ് എൻഡോജീനിയസ് ആൻഡ് എക്സോജീനിയസ് വാരിയബിൾസിനെ യൂസ് ചെയ്യാവുന്നതാണ്. Then what are the statistical modeling? First, regression analysis. Endogenous and exogenous variables are frequently used in regression models to estimate the relationship between variables and make prediction. Regression analysis വഴി നമുക്ക് endogenous and exogenous variablesനെ പഠിക്കാവുന്നതാണ്. ഈ regression model വഴി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എസ്റ്റിമേറ്റ് ചെയ്യുകയും prediction ചെയ്യാനും സാധിക്കുന്നു. Next, structural equation modeling. SEM allows the researcher to model relationship among multiple variables, distinguishing between endogenous and exogenous variable. Structural equation modeling വഴി ഇതേപോലെ തന്നെ നമുക്ക് റിഗ്രഷന്റെ ഒരു മൾട്ടിപ്പിൾ റിഗ്രഷന്റെ എഫക്റ്റ് നമുക്ക് ഒരു മോഡൽ വഴി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻഡോജീനിയസ് ആൻഡ് എക്സോജീനിയസ് വാരിയബിൾസ് എന്തുപയോഗിക്കാം, സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡലിംഗ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. Okay, and let us conclude today's class was regarding endogenous and exogenous variable.
First of all, we have to know about what is the role of exogenous and endogenous variable in our research. You have to think about what are the variables taken for your study and what is the role of these variables for checking the relationship between dependent and independent variable. അപ്പോൾ എക്സോജീനിയസ് വാരിയബിളും എൻഡോജീനിയസ് വാരിയബിളും എങ്ങനെയാണ് നിങ്ങളുടെ റിസർച്ചിലേക്ക് എടുക്കേണ്ടത്, എന്താണ് അതിൻ്റെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ്, എക്സ്റ്റേണൽ വാരിയബിൾസ് ആയിട്ട് പരിഗണിക്കണം, ഇന്റേണൽ വാരിയബിൾ ആയിട്ട് പരിഗണിക്കണം എന്നുള്ളത് നിങ്ങളുടെ സ്കോപ്പ് ഓഫ് ദി സ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെ നിങ്ങളുടെ സ്കോപ്പ് ഓഫ് ദി സ്റ്റഡിയിൽ ഈ ഒരു റോളും കൂടി, ഒരു എക്സ്റ്റേണൽ ഫാക്ടറിന്റെ റോളും കൂടി പഠിക്കേണ്ടതുണ്ടെങ്കിൽ that would be better to install this exogenous and endogenous variables in your structural equation modeling analysis or regression analysis. Okay, thank you for attending today's class, and if you have any queries, please ask us a comment, and if you like the class, please share for your friends and subscribe for more videos. Thank you once again.